അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ബുക്സ് ഓഫ് മിസ്റ്റർ നാദിലാൽ. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2014. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ എഴുതുന്ന ഓപ്പണിംഗ് സ്റ്റോക്ക് അത് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ട്. അത് 43,450 അത് എഴുതണം. ടു പർച്ചേസിൻ്റെ ട്രയൽ ബാലൻസിൽ തന്നിരിക്കുന്ന ഫിഗറാണ് നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ്. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫ്രീ സാമ്പിളിൻ്റെ ഉണ്ട്, പേഴ്സണൽ യൂസിനെടുത്ത ഗുഡ്സ് ഉണ്ട്, ഓഫീസ് യൂസിനെടുത്ത ഗുഡ്സ് ഉണ്ട്, പർച്ചേസ് റിട്ടേൺസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം ഇന്നർ കോളത്തിൽ എഴുതി ലെസ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് വേണം ഔട്ടർ കോളത്തിൽ കാണിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ പർച്ചേസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ക്യാരേജ് ഓൺ പർച്ചേസ്. ക്യാരേജ് ഓൺ പർച്ചേസ് എന്ന് വെച്ചാൽ ക്യാരേജ് ഇൻ വേർഡ്. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് നമ്മൾ കൊടുത്ത ചാർജസ് ആണേ. അപ്പോൾ അതാണ് 1794. അപ്പോൾ അത് നമ്മൾ P&L അക്കൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. അടുത്ത ഫ്യൂവൽ പവർ ഫോർ ഫാക്ടറിക്ക് ആവശ്യമുള്ള ഫ്യൂവലും പവറും അതൊക്കെ ഡയറക്റ്റ് എക്സ്പെൻസാണ്. ഫാക്ടറിക്ക് ആവശ്യമുള്ള ഇലക്ട്രിസിറ്റി ചാർജ് അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. മാനുഫാക്ചറിങ് എക്സ്പെൻസ് അത് ഡയറക്റ്റ് എക്സ്പെൻസാണ്. അതുപോലെ ഫാക്ടറി വേജസ് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്ഷനിൽ ബന്ധമുള്ളതാണ് ഇതെല്ലാം. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസിനെല്ലാം നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്താ, നമ്മൾ ആദ്യം കാണിക്കേണ്ട ഐറ്റം സെയിൽസ് ആണ്, അത് നമ്മൾ പറഞ്ഞു. പിന്നെ സെയിൽസ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ആദ്യം കുറയ്ക്കണം, അത് കുറച്ചു. അത് കഴിഞ്ഞിട്ട് ഗുഡ്സ് ഓൺ സെയിൽ ഓർ റിട്ടേൺ ബേസിൽ നമ്മുടെ ലാസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ സെയിൽ ഓർ റിട്ടേണിൽ നമ്മൾ ഗുഡ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ആക്ച്വൽ സെയിൽസ് ആവത്തില്ല. കാരണം അത് അവിടെ പറഞ്ഞിട്ടുണ്ട് കസ്റ്റമർ അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഗുഡ്സ് ഓഫ് കോസ്റ്റ് 4,000 വെയർ സെൻഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 25% ഓൺ കോസ്റ്റ് ഓഫ് സെയിൽസ് ഓർ റിട്ടേൺ ബേസിസ് വിച്ച് ദ കസ്റ്റമർ അക്സെപ്റ്റൻസ് ഇസ് നോട്ട് എറ്റ് റിസീവ്ഡ്. നമുക്ക് കസ്റ്റമറുടെ അക്സെപ്റ്റൻസ് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ കസ്റ്റമറിൻ്റെ അക്സെപ്റ്റൻസ് ഇതുവരെ കിട്ടാത്തതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്ച്വൽ സെയിലായിട്ട് കണക്കാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ 5,000 ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ടാണ് ഔട്ടർ കോളത്തിൽ കാണിക്കേണ്ടത്. നെക്സ്റ്റ് വന്നിട്ട് നമ്മളെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഈ സെയിൽ ഓർ റിട്ടേൺ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. ക്ലോസിംഗ് സ്റ്റോക്കിനകത്ത് ഗുഡ്സ് സെൻഡ് ഓൺ സെയിൽ ഓർ റിട്ടേണിൻ്റെ കോസ്റ്റ് എന്ത് ചെയ്യണം, ആഡ് ബാക്ക് ചെയ്യണം. കാരണം പ്രോഫിറ്റ് ഒരിക്കലും നമ്മൾ സ്റ്റോക്കിൽ എടുക്കാൻ പാടില്ല. സ്റ്റോക്കിൽ എടുക്കുമ്പോൾ അതിൻ്റെ കോസ്റ്റിൽ വേണം എടുക്കാൻ. അതുകൊണ്ട് 4,000 നമ്മൾ സ്റ്റോക്കിൽ ഇരിക്കുന്നതായിട്ട് കണക്കാക്കും. സെയിൽ നടന്നിട്ടില്ല, കോസ്റ്റിൽ എന്ത് ചെയ്യും, നമ്മളതിനെ സെയിൽസിൽ ഇരിക്കുന്നതായിട്ട് കണക്കാക്കും ആ സ്റ്റോക്ക്. അപ്പോൾ 4,000 നമ്മൾ തിരിച്ച് ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ആഡ് ചെയ്യും. അപ്പോൾ 37,160 വരും. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ രണ്ട് സൈഡും ടോട്ടൽ ചെയ്യണം. ആദ്യം ക്രെഡിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക, പിന്നെ ഡെബിറ്റ് സൈഡ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്തിട്ട് ഏത് സൈഡിലാണോ ഹയസ്റ്റ് ടോട്ടൽ വരുന്നത് അതാണ് നമ്മൾ ഏറ്റവും താഴെ എഴുതി ഡബിൾ ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഏത് സൈഡിലാണോ ഹയസ്റ്റ് ടോട്ടൽ വരുന്നത് അത് നമ്മൾ എന്ത് ചെയ്യും, ഏറ്റവും താഴെ എഴുതിയിട്ട് ഡബിൾ ലൈൻ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് ആദ്യം എഴുതുക. രണ്ട് സൈഡും ടോട്ടൽ ചെയ്ത് നോക്കുക. ഹയസ്റ്റ് ടോട്ടൽ അക്കൗണ്ടിൻ്റെ എൻഡിൽ എഴുതി ഡബിൾ ലൈൻ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ഹയസ്റ്റ് സൈഡിൽ നിന്ന് കുറവുള്ള സൈഡ് ലെസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ, ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ ക്രെഡിറ്റ് സൈഡ് കൂടുതലും ഡെബിറ്റ് സൈഡ് കുറവുമാണ്. ഡെബിറ്റ് സൈഡ് കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് കുറയ്ക്കും. എന്നിട്ട് ആ കുറവുള്ള എമൗണ്ട് എന്ത് ചെയ്യും, ഇവിടെ എഴുതും. അപ്പോൾ ക്രെഡിറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആണെന്നാണ് അർത്ഥം. അപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് നമ്മൾ എഴുതി കൊടുക്കും. ഇനി ആ ഗ്രോസ് പ്രോഫിറ്റ് ക്യാരിഡ് ഡൗൺ അതിനെന്തോ ചെയ്യണം, അടുത്ത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് കൊണ്ടുപോകണം. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുന്നത്. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുപോകണം. 39,012 നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലോട്ട് കൊണ്ടുവന്നു, ഗ്രോസ് പ്രോഫിറ്റ് ആയതുകൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എല്ലാം 1 by 1 ആയിട്ട് എഴുതി. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അത് നമ്മൾ എഴുതി കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ഐറ്റം ഓഫീസ് സാലറി, പിന്നെ ടു ട്രാവൽ എക്സ്പെൻസ്, ടു ക്യാരേജ് ഓൺ സെയിൽസ്, ടു അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എക്സ്പെൻസ്. അത് അഡ്വർടൈസ്മെൻറ്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് എക്സ്പെൻസ്. ഈ 1,200 എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് അറിയാമോ, നമ്മുടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അതായത് ഗുഡ്സ് സെൻഡ് ആസ് ഫ്രീ സാമ്പിൾ ആയിരുന്നു. അതിന് നമ്മൾ എന്ത് ചെയ്തു, അതിനെ P&L എക്സ്പെൻസ് ആയിട്ട് കാണിച്ചു. അതേപോലെ തന്നെ പർച്ചേസിൽ നിന്ന് കുറയ്ക്കുകയും ചെയ്തു. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് രണ്ടിടത്ത് വന്നില്ലേ. അതേപോലെ ഗുഡ്സ് യൂസ്ഡ് ഇൻ ഓഫീസ്, അതും നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഓഫീസ് എക്സ്പെൻസിൻ്റെ കൂടെ ഗുഡ്സ് നമ്മളെടുത്ത് യൂസ് ചെയ്തതും കൂടി ഓഫീസ് എക്സ്പെൻസിൽ ഇൻക്ലൂഡ് ചെയ്തു. ഇതിവിടെയും കാണിച്ചു, പർച്ചേസിൽ നിന്ന് ലെസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അതും 2 പ്ലേസിൽ വന്നു കഴിഞ്ഞു. പിന്നെ റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇൻഷുറൻസ്, നെറ്റ് പ്രോഫിറ്റ്. അപ്പം ഈ റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡിസ്കൗണ്ട് അലൗഡ്, ഇൻഷുറൻസ് ഇതെല്ലാം എക്സ്പെൻസാണ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. ഇനി നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ, നമ്മൾ ഡെബിറ്റ് സൈഡിൽ നിന്ന് ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടലിൽ നിന്ന് ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ കിട്ടും. ലോസ് ആണെങ്കിലോ ഡെബിറ്റിൽ നിന്ന് ക്രെഡിറ്റ് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലോസ് ആയിരിക്കും. എപ്പോഴായാലും നമുക്ക് ക്രെഡിറ്റ് സൈഡ് കൂടുതൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ക്രെഡിറ്റ് സൈഡാണ് കൂടുതലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും.
അപ്പോൾ എന്തേ ക്രെഡിറ്റ് സൈഡിൻ്റെ ടോട്ടൽ രണ്ട് സൈഡിലും എഴുതി കൊടുക്കുക. എന്നിട്ട് ഡെബിറ്റ് സൈഡും കൂടെ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കണം. ഡെബിറ്റ് സൈഡിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യണം? ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഡെബിറ്റ് സൈഡ് മൈനസ് ചെയ്യണം. അപ്പോൾ ക്രെഡിറ്റ് സൈഡ് മൈനസ് ഡെബിറ്റ് സൈഡ്. ഓക്കെ, ക്രെഡിറ്റ് സൈഡ് മൈനസ് ഡെബിറ്റ് സൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും. അത്രയേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രോസ് പ്രോഫിറ്റ് 15,302 കിട്ടി. അപ്പോൾ അത് നമ്മൾ എഴുതി. ഇനി നമുക്ക് എഴുതേണ്ട ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ നോക്കാം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഐറ്റംസ്, ഫിക്സഡ് അസറ്റ്സുകൾ നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പ്ലാന്റ് ആൻഡ് മെഷീനറി, ഫർണിച്ചർ ആൻഡ് ഫിക്സ്ചേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത്രയും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. ഈ ഡെറ്റേഴ്സിന് അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെറ്റേഴ്സിന് എന്ത് ചെയ്യും? ഡെറ്റേഴ്സിന് ഇന്നർ കോളത്തിൽ എഴുതിയിട്ട് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് ലെസ് ചെയ്യും. അതായത് സെയിൽ ഓർ റിട്ടേൺ ബേസിസ് സെൻഡ് ചെയ്ത ഗുഡ്സ്, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിന് എന്ത് ചെയ്യും? ആ എമൗണ്ടിന് നമ്മൾ ഡെറ്റേഴ്സിൽ എന്തായാലും പ്രോഫിറ്റോട് കൂടി ആയിരിക്കുമല്ലോ എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് 5,000 എടുത്തിരിക്കുന്നത്. അപ്പോൾ 95,600 ഡെറ്റേഴ്സിൽ നിന്ന് 5,000 നമുക്ക് എന്താ കൺഫേം അല്ല, അത് സെയിൽ ആയിട്ടില്ല. അതുകൊണ്ട് അതിനെ എന്ത് ചെയ്യുക? അതിനെ ലെസ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് ആ ഔട്ടർ കോളത്തിൽ കാണിക്കുന്നത് അസറ്റ് സൈഡിൽ. അപ്പോൾ അസറ്റ് സൈഡിൽ അത്രയേ ഉള്ളൂ, കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യും? ലയബിലിറ്റി സൈഡിലോട്ട് വരും. ലയബിലിറ്റി സൈഡിലോട്ട് വരുമ്പോൾ ക്യാപിറ്റലാണ് നമുക്ക് മിക്കപ്പോഴും അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത്. ക്യാപിറ്റലിൻ്റെ എമൗണ്ട് എപ്പോഴും നമ്മൾ ഇന്നർ കോളത്തിൽ എഴുതി തുടങ്ങുന്നത്. കാരണം പ്രോഫിറ്റ്, ഡ്രോയിങ്സ്, ഇൻകം ടാക്സ് അങ്ങനെയുള്ള എല്ലാ എക്സ്പെൻസും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ക്യാപിറ്റലിനകത്താണ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റലിൻ്റെ കൂടെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് ആഡ് ചെയ്യാൻ, അത് ആഡ് ചെയ്ത് ചേർക്കണം. എന്നിട്ട് ഗുഡ്സിൻ്റെ ഡ്രോയിങ്സ് ഉണ്ടായിരുന്നു 500, ക്യാഷിൻ്റെ ഡ്രോയിങ്സും ട്രയൽ ബാലൻസിൽ പറഞ്ഞിട്ടുണ്ട് 13,640. അപ്പോൾ അതെല്ലാം മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിനെ നമുക്ക് ഔട്ടർ കോളത്തിൽ കാണിക്കാം. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ക്രെഡിറ്റേഴ്സ് തന്നിട്ടുണ്ട്, ബിൽസ് പേയബിൾ തന്നിട്ടുണ്ട്. ഇത് രണ്ടും ട്രയൽ ബാലൻസിൽ തന്നിട്ടുള്ളത് അതുപോലെ നമ്മൾ എടുത്തെഴുതിയാൽ മതി. എന്നിട്ട് ഇപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും എല്ലാ ഐറ്റംസും എല്ലാം എഴുതി കഴിയുമ്പോൾ ബാലൻസ് ഷീറ്റ് നമ്മൾ ടോട്ടൽ ചെയ്യുമ്പോൾ ലയബിലിറ്റി സൈഡ് വിൽ ബി ഈക്വൽ ടു ദി അസറ്റ് സൈഡ് ആയിരിക്കും. രണ്ട് സൈഡിലും നമുക്ക് ഒരേ ടോട്ടൽ തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എഴുതുമ്പോൾ അറ്റ് ദ സെയിം ടൈം നമുക്ക് ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ഫില്ല് ചെയ്ത് പോവാം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന സമയത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് അപ്പം തന്നെ ചെയ്യുക, ബാക്കി ഐറ്റംസ് എല്ലാം ഫില്ല് ചെയ്ത് പോവാം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും വിട്ടു പോകത്തില്ല, നമ്മുടെ അക്കൗണ്ട്സ് കറക്റ്റായിട്ട് ആൻസേഴ്സ് കിട്ടുകയും ചെയ്യും.